ഇന്നത്തെ മാംഗല്യം സീരിയലിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ധനുഷ് ആണെങ്കിൽ അവന്തികയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ അവന്തികയുടെ കൺമുന്നിൽ അവന്തിക നിൽക്കുന്ന പോലും ശ്രദ്ധിക്കാതെ തല കീഴ് മറന്ന് എന്താണ് നമ്മുടെ സ്നേഹമായിട്ട് അങ്ങ് പഞ്ചാരയടിച്ച്, അതായത് അവന്തികയുടെ മുന്നിൽ വെച്ച് തന്നെ അവന്തികയെ ചതിക്കുവാണ്. ഇത് കണ്ട് നിൽക്കാൻ സഹിക്കാൻ പറ്റാത്ത അവന്തികയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റ്. അതുകൂടാതെ പിന്നെ രസകരമായ രീതിയിൽ അച്ചു കൊടുക്കുന്ന പല പണികളും നന്ദൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള ഡയലോഗ്സും എല്ലാമായിട്ട് ഹ്യൂമറും എല്ലാം കലർന്നൊരു എപ്പിസോഡ്. കൂടാതെ തന്നെ അവന്തിക തനിക്ക് എന്തൊക്കെ പാര കിട്ടിയാലും അടുത്തവൻ്റെ ജീവിതത്തിൽ പാര കൊടുക്കാൻ ഇന്നും എന്നും മറന്നു പോകാതെ തന്നെ ഇന്നും എന്താണ് ഒരു വലിയൊരു കള്ളത്തരം കൊണ്ട് അച്ചുവിലേക്ക് നല്ലൊരു വെറുപ്പ് സച്ചിയുടെ മനസ്സിലേക്ക് ആളിക്കത്തിച്ച് കൊടുത്തിരിക്കുവാണ് അവന്തിക. ഇത് തന്നെ വീണ്ടും സച്ചിയുടെ അർച്ചൻ്റെയും ജീവിതത്തിനകത്ത് പഴയ പോലെ പ്രശ്നങ്ങൾക്ക് കാരണമായി മാറുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ നോക്കാം. ആദ്യം തന്നെ എന്താണ്, രാത്രിയാണ്, നെല്ലിശ്ശേരി വീടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാം ഡൈനിങ് ടേബിളിനകത്തുണ്ട്. ഡൈനിങ് ടേബിളിനകത്ത് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ സേതുമാധവനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്നേഹ ഓപ്പോസിറ്റ് ഇരിക്കുവാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ചെയറിൽ തന്നെ നമ്മുടെ ധനുഷും, അതുപോലെ തന്നെ ധനുഷിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നന്ദൻ ഇരിപ്പുണ്ട്. വിളമ്പാനായി നിൽക്കുന്ന നമ്മുടെ അച്ചുവാണ് വിളമ്പുന്നത്. അപ്പം അച്ചു വിളമ്പാനായിട്ട് നോക്കുമ്പോൾ ഈ ഫുഡൊക്കെ വിളമ്പി കൊടുത്ത് അപ്പോൾ അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നു. സേതുമാധവൻ എന്താണ് ധനുഷോട് വളരെ കാര്യത്തിൽ സംസാരിക്കുന്നു. നന്ദൻ പറയുന്നു, ധനുഷ് എന്താണ് വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും ഇവിടുത്തെ താമസമായപ്പോഴത്തേക്കും ഓഫീസിൽ കുറച്ചും കൂടെ നല്ല ഉത്സാഹമൊക്കെ കാണാനുണ്ട്. അതിൻ്റെ തന്നെ ആയിട്ടുള്ള വർക്കിനകത്തുള്ള ഇമ്പ്രൂവ്മെൻറ്റും കാണാനുണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഹാപ്പിയാണെന്ന് പറയുന്നു. ധനുഷ് ഇതൊന്നും കേട്ട ഭാവമില്ലാതെ ധനുഷും സ്നേഹയും പരസ്പരം കണ്ണോട് കണ്ണ് നോക്കുവാണ്. ഇവർ നോക്കുന്നതിന് എന്താണ് നമ്മുടെ അച്ചുവും തമ്മി നോക്കുന്നുണ്ട്. അതായത് ഇവർ നോക്കുന്നുണ്ട്, അത് അച്ചു നോക്കിയിട്ടും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെയാണ് സ്നേഹയ്ക്ക് ധനുഷിനെ അങ്ങോട്ടേക്ക് നോക്കുന്നത്. രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് അങ്ങോട്ടേക്ക് കണ്ണ് നോക്കുന്നു, ഇങ്ങോട്ടേക്ക് കണ്ണ് നോക്കുന്നു. സ്നേഹ പാത്രത്തിലും ധനുഷിൻ്റെ മുഖത്തും അങ്ങനെ രീതിക്ക് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ധനുഷ് ചിരിക്കുമ്പോഴാവട്ടെ എല്ലാത്തിനും ഭയങ്കര രീതിക്ക് അത് രണ്ടുപേരും തമ്മി രഹസ്യമായൊരു നോക്കൊക്കെ നോക്കുന്നുണ്ട്. അച്ചു ധനുഷിനെ ഭയങ്കര രൂക്ഷമായി തന്നെ നോക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ധനുഷ് അവിടെ എൻജോയ് ചെയ്ത് ഒരു ഭാഗത്ത് അച്ഛനും അതുപോലെ തന്നെ നന്ദനുമായിട്ട് വർത്താനം പറഞ്ഞ് രസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹയുടെ മുഖത്തുനിന്ന് വിട്ടുമാറാതുള്ള പഞ്ചാരടിയുടെ നോട്ടവും ഉണ്ട്. അപ്പോഴാണ് സേതുമാധവൻ ചോദിക്കുന്നത്, ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ധനുഷിന് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട്, എനിക്ക് വളരെ എല്ലാം ഇഷ്ടപ്പെടുന്നു, എനിക്ക് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സ്നേഹയുടെ മുഖത്തേക്ക് പാത്രത്തിൽ നിന്ന് ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് നോക്കുമ്പോൾ സ്നേഹയ്ക്ക് അതങ്ങ് സൂഹിച്ച്. അർച്ചനയ്ക്ക് മനസ്സിലായത് ഡബിൾ മീനിങ് വെച്ച് സംസാരിക്കുവാണ്. ഇവിടെ ആരും മനസ്സിലാകാതെ തന്നെ അവൻ കുത്തി പറഞ്ഞ് അവളുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കാൻ നോക്കുന്നുള്ളത് അർച്ചനയ്ക്ക് മനസ്സിലായി. അർച്ചനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അർച്ചന ചിന്തിക്കും, കറിയൊക്കെ എടുത്ത് അവൻ്റെ തലയിലും കമത്തി കൊടുത്താലോ എന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ധനുഷ് വീണ്ടും സംസാരിക്കുവാണ്. അത് ഉടനെ ഈ നമ്മുടെ നന്ദൻ പറയുന്നത്, ധനുഷ് ഇപ്പം കൂടുതൽ സ്മാർട്ടായി ഇവിടെ വീട്ടിൽ താമസിച്ച് തുടങ്ങിയപ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും, അത് വീട്ടിൽ താമസിക്കുന്നതുകൊണ്ടല്ല, എനിക്കിവിടെ എല്ലാവരെയും പൊതുവെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, എല്ലാവരും എൻ്റെതാണെന്നൊരു തോന്നലുണ്ട്. അപ്പം സേതുമാധവൻ പറയും, തോന്നൽ വേണ്ട ധനുഷേ, എല്ലാവരും നിൻ്റെ തന്നെ സ്വന്തമാണെന്ന് കരുതിയാൽ മതി, എല്ലാവരും സ്വന്തം തന്നെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും, അത് എല്ലാവരും എൻ്റെ സ്വന്തമാണെന്ന് തോന്നുകൊണ്ടാണ് വർക്കിനകത്ത് അത്ര ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ കാണാൻ പറ്റുന്നത്. എൻ്റെ ബന്ധുക്കളാന്നുള്ള തോന്നൽ കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് വർക്കിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അർച്ചനയ്ക്ക് ഇവൻ്റെ പുറത്തെന്തെങ്കിലും എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു. സ്നേഹയെ വിലക്കാനും പറ്റുന്നില്ല, സ്നേഹ ആ നോട്ടം നിർത്തുന്നുമില്ല. ഇതൊക്കെ കേട്ട് സ്നേഹ ഭയങ്കര ക്ലൗഡ് നൈനകത്ത് പോയി തന്നെ പറയാം. അത്ര രീതിക്ക് അതങ്ങ് രസിച്ച് കേട്ടുകൊണ്ടിരിക്കുവാണ്. ധനുഷും വിടാതെ തന്നെ ഈ ചുറ്റിനുമുള്ള ആരെയും മൈൻഡ് ചെയ്ത് ഇവർക്ക് തമ്മി ഈ ടേബിളിനകത്ത് ഇരുന്നാലും നോക്കൊക്കെ ഉള്ളൂ. അർച്ചന സ്നേഹ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ട്. ധനുഷിനെയും ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ എന്തെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നിട്ട് രണ്ടുപേരും നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇനി ഇവിടെ നിന്നാൽ ശരിക്കും എൻ്റെ നിയന്ത്രണം തെറ്റെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അർച്ചന എന്ത് ചെയ്യുമെന്ന് അറിയാം, ദേഷ്യം കൊണ്ട് ഇവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ചിട്ട് അർച്ചന അടുക്കളയിലേക്ക് പോകുവാണ്. അടുക്കളയിൽ പോകുമ്പോഴാണ് അവിടെ മീരെടുത്തി നിന്ന് അവിടെ അടുക്കളയ്ക്കകത്ത് പാത്രം കഴുകിക്കൊണ്ടിരിക്കുവാണ്. അച്ചു നീ എന്താ ഇങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അച്ചു ഒന്നും മിണ്ടില്ല. അച്ചുവിൻ്റെ മനസ്സ് മൊത്തം ആ ടേബിളിനകത്ത് തന്നെ ഇരിക്കുവാണ്. കാരണം ഇവനെ ഇറക്കി വിടാൻ പറ്റാത്തതിൻ്റെ ഒരു ശല്യത്തിൻ്റെ ആ ഒരു ഗതികെട്ട അവസ്ഥ. അപ്പോൾ അച്ചുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ അമ്പലത്തിലെ പ്രസാദം കൂടെ എല്ലാവർക്കും കൊടുക്കണം, എല്ലാവരും കഴിച്ച് തീരാറായെങ്കിൽ പറയുമ്പോഴത്തേക്കും അർച്ചന ആദ്യം ഓരോ സ്കൂപ്പ് ഓരോ പാത്രത്തിനകത്തായിട്ട് ഇട്ട് ഓരോരുത്തർക്കും ഓരോന്നെന്ന രീതിക്ക് അത് ഒരു ബൗളിനകത്ത് എടുക്കുവാണ്. അപ്പോൾ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകാൻ ആ ട്രേ എടുക്കുമ്പോഴത്തേക്കും അർച്ചനയ്ക്ക് പെട്ടെന്നൊരു സൂത്രപ്പണി മനസ്സിൽ തോന്നുവാണ്. അർച്ചന ഉടൻ തന്നെ ആ ട്രേ അവിടെ വെച്ചിട്ട് കബോർഡിൽ നിന്ന് എന്തോ തപ്പി എടുക്കുന്നത് എന്താണെന്നറിയോ, ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ എടുത്തിട്ട് ഒരേ ഒരു ബൗളിനകത്ത് മാത്രം ആവശ്യത്തിൽ കൂടുതൽ ചേർത്തിട്ട് ഒരു സ്പൂണൊക്കെ വെച്ച് ഇളക്കി കറക്റ്റായിട്ട് ആ പാസിന് വെച്ചുമ്പോഴത്തേക്കും മീര, നീ എന്തുമായി കാണിക്കുന്നത്,
ഇത് വലിയ പണിയാന്നേ എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കാ അതൊക്കെ പറയാം, ഇവിടെ ഒരുത്തനുണ്ടല്ലോ ഇതെല്ലാം എങ്ങനെയെങ്കിലും പുറച്ചടിക്കാൻ. ഇത് കഴിച്ചാൽ പിന്നെ അവൻ്റെ കാര്യം 2 ദിവസത്തേക്ക് അവൻ പിന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങത്തില്ല, പുറം കാണത്തില്ല. അത് തന്നെ വേണ്ട, 2 ദിവസമെങ്കിൽ 2 ദിവസം ആ ശല്യം പിന്നെ പുറത്തിറങ്ങാതിരുന്നാൽ മതിയായിരുന്നു ഏട്ടത്തി എന്ന് പറഞ്ഞിട്ട് അർച്ചന എന്താണ് പോകുമ്പോൾ മീരയ്ക്കും ഇത് കിട്ടുന്നത് അവൻ കഴിക്കുന്നത് കാണാനുള്ള രസം നോക്കിക്കൊണ്ട് മീരയും അച്ചുവിൻ്റെ പിറകെ തന്നെ ഇങ്ങ് വന്ന് ഡൈനിങ് ഹാളിനകത്ത് വരുവാണ്. അപ്പം പായസം കൊടുക്കാൻ പോകുമ്പോഴത്തേക്കും എന്താണ് ഈ ധനുഷ് പറയുന്നത്, അയ്യോ ഇപ്പോഴേ എൻ്റെ വയറ് ഭക്ഷണം കഴിച്ച് പൊട്ടും എന്നുള്ള രീതിക്കോ അത്രയും ഫുള്ളായി കഴിഞ്ഞ് പറയുന്നു. അപ്പോഴത്തേക്കും നന്ദൻ പറയുന്നു, കഴിക്കുന്നേ പായസമല്ലേ കഴിക്ക്, അമ്പലത്തിലല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് സേതുമാധവൻ പറയുന്നുണ്ട്, എന്താ പറയുക, കഴിക്ക് അമ്പലത്തിലെ പായസമല്ലേ നിഷേധിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും പായസം എന്താണ് അച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മീരടുത്ത് പറയുന്നത്, ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചെടുത്ത പായസമാണ്, കാരണം ഈ വീട്ടിന് എന്തെങ്കിലും ഒഴിയാബാധകളുണ്ടെങ്കിൽ അതെല്ലാം ഈ വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകണമെന്ന് വെച്ചിട്ടാണ്. ഇത് കേട്ടപ്പോഴത്തേക്കും ധനുഷിന് വീണ്ടും പ്ലിങ് എന്നായിട്ട് എന്താണെന്നറിയോ, അയ്യോ ഇവൾ എന്നെ തന്നെ ഉദ്ദേശിച്ചാണോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകേണ്ട വരും ഇതൊക്കെ കഴിച്ചാൽ എന്നുള്ള പേടിക്കകത്ത് ധനുഷിന് കഴിക്കാൻ ഭയങ്കര മടി. കാരണം ഈ അർച്ചനയും കൂടെ കൊണ്ടുവച്ചതിനകത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് കൊണ്ടുവച്ചപ്പോഴത്തേക്കും ഒരു പ്രത്യേക എന്താണ് ഒരു ഭയമുണ്ട്. കാരണം ഓപ്പോസിറ്റ് പാര ഇവർ കൊടുക്കുന്ന പോലെ കിട്ടുമെന്നുള്ളൊരു ഭയത്തിരിക്കുമ്പം നന്ദൻ അങ്ങ് സപ്പോർട്ട് ചെയ്യുക, കഴിക്കുന്നതിന് പക്ഷേ കഴിക്കുക കുഴപ്പമില്ല. നന്ദൻ്റെ സപ്പോർട്ട് കൊണ്ട് ധനുഷിന് ഇത് തിന്നാൻ പറ്റത്തില്ല എന്ന് പറയാനും പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് അച്ഛൻ വേറെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് അമ്പലത്തിലെ പ്രസാദം ആയതുകൊണ്ട് നിഷേധിക്കേണ്ട, ദൈവകോപം കിട്ടേണ്ടെന്ന് പറഞ്ഞത് ഒരു ഭാഗമായിരിക്കുന്നത്. അത് കൂടാതെ കഴിക്കാൻ സ്വന്തമായി മനസ്സിലാത്തതിന് പ്രധാന കാര്യം മീരടുത്ത് പറഞ്ഞു, ഇവിടുത്തെ ഒഴിയാ ബാധകളൊക്കെ ഒഴിപ്പിക്കാൻ ഞാൻ നന്നായി പ്രാർത്ഥിച്ചിതാക്കിയത്, നല്ല ഫലമുള്ളതാണ് ഏക്കുമെന്ന് പറഞ്ഞപ്പോൾ അയ്യോ സ്വന്തം പാര മേടിക്കുമെന്നോ എന്നുള്ള പേടിക്കകത്ത് കഴിക്കാനായിട്ട് പേടിയുണ്ട്. അപ്പോഴത്തേക്കുമാണ് എന്താണെന്നറിയാം ധനുഷെ നല്ല ട്രാപ്പിൽ വീഴ്ത്തുന്നത് നമ്മുടെ സ്നേഹയുടെ റൊമാൻറ്റിക് നോട്ടമാണ്. സ്നേഹ അങ്ങ് മുഖം കൊണ്ട് ഒരു പിരികം കൊണ്ട് കാണിക്കുവാണ്, കഴിച്ചോ നീ കഴിച്ചോ കഴിക്ക് എന്നുള്ള രീതിക്കകത്ത് അങ്ങ് സ്നേഹ മുഖം കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കും ധനുഷിന് പിന്നെ ഒന്നും ചെയ്യാമല്ലോ, ഒരു പെണ്ണ് ഓപ്പോസിറ്റ് നിന്നിട്ട് കഴിക്കാനായിട്ട് ഇത്ര പ്രേരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അത് വീണല്ലേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിക്ക് അത് ധനുഷ് എന്താണെന്നറിയോ, ഒരു സ്പൂൺ ഇങ്ങനെ റൊമാൻറ്റിക്കായിട്ട് എടുത്തിട്ട് മെല്ലെ വെച്ചിട്ട് ഇങ്ങനെ കഴിച്ചങ്ങ് റൊമാൻറ്റിക്കായിട്ട് കാണിക്കുമ്പം സ്നേഹ അതുപോലെ തന്നെ നോക്കി നിൽക്കണം. സ്നേഹയ്ക്ക് ആ ഫുഡിൻ്റെ പ്ലേറ്റിൽ നിന്നൊന്നും തീരുന്നില്ല, അതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത് കഴിക്കുക ധനുഷിന് എന്തോ ഒരു അരുചിയുണ്ട്. പക്ഷേ ഈ അരുചി പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നന്ദനാണെങ്കിൽ ധനുഷ് നോക്കിയിട്ട് കൊള്ളാം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അപ്പം ആ അരുചിയൊന്നും ധനുഷിന് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. കാരണം അപ്പുറത്ത് നിന്നിട്ട് ഈ നന്ദനാന്നെയും കഴിച്ചോ, കാരണം എല്ലാവരും ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ അയാൾക്ക് മാത്രം ഇത്ര രുചിക്കുറവ് തോന്നുന്നുള്ളൂ. അപ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അതുമല്ലാതെ വയറിനകത്തൊരു ചെറിയ പണിയും തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഞൊളപെരിയും ഒക്കെ ധനുഷ് എന്താണ് ആ ഡൈനിങ് ടേബിളിനകത്ത് നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹയുടെ മുന്നിൽ തോനെ കാണിക്കാനും പറ്റില്ല, കാരണം ഒരു പെണ്ണിൻ്റെ മുന്നിൽ എങ്ങനെ ബാത്റൂമിൽ പോകാനൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു ചമ്മല് കൊണ്ടൊക്കെ ആളെങ്ങനെയൊക്കെയോ കടിച്ച് പിടിച്ച് ഓരോ സ്പൂണും എടുത്ത് വായി വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പം മീരയുടെ ചോദിക്കുന്നത്, എന്താ ധനുഷ് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നന്ദ ചോദിക്കും, എന്താ പോലെ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല സാർ, ഒന്നുമില്ല ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മീര കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ മൂക്കത്ത് വിരലൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാമെന്നേ, ധനുഷിനെ കണ്ട എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്, എന്തോ ബാത്റൂമിൽ പോകാൻ മുട്ടിയ ആളിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ബാത്റൂമിൽ പോകണോ ധനുഷേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറയുമ്പോഴത്തേക്കും ധനുഷിനൊരു ചമ്മലായി. കാരണം അങ്ങനെ മീര പറയുന്ന പ്രതീക്ഷയില്ല. മീര കറക്റ്റ് നാട്ടിൻപുറത്ത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് അതുപോലെ അതങ്ങ് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ധനുഷ് എന്താണെന്നറിയോ, അയ്യോ അങ്ങനെ ഒന്നും അല്ല എന്നുള്ള രീതിക്ക് അത് വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുമോ ധനുഷ്. കാരണം ഓൾമോസ്റ്റ് ആ പ്ലേറ്റിൻ്റെ കുറേ തീരാറായി. അപ്പോഴത്തേക്കും ധനുഷിൻ്റെ അടുത്ത് ഒന്നും ബാത്റൂമിൽ പോകണമെങ്കിൽ പോ ധനുഷേ, കുഴപ്പമില്ല, അതിലൊക്കെ എന്താ നാണക്കേട് വിചാരിക്കാനിരിക്കുന്നത്. ഉടനെ നന്ദ ബാത്റൂമിൽ പോകണോ ധനുഷിന്? ഉടനെ എന്താണെന്നറിയോ, പിന്നെ അയാൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ചാൽ ശരിയാ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ പ്ലേറ്റും സ്പൂണും അതുപോലെ ഇട്ടിട്ട് ഭയങ്കര റൊമാൻറ്റിക് ഭാവമൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്നേഹയുടെ ഫ്രണ്ട് ഇരുന്നതാണ്. പക്ഷേ ഏക്കാതെ നേരെ ആ റൊമാൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് കയറി അയ്യോ ജഗദീഷ് പറയുന്ന പോലെ രീതിക്കകത്ത് ജഗതിയൊക്കെ ബാത്റൂമിൽ പോകാൻ നിൽക്കുന്ന പോലത്തെ രീതിക്കകത്ത് വയറ് കലക്കിയിട്ട് ബാത്റൂമിൽ പോകുന്ന ആ ഒരു ലുക്കിൻ്റെ ആ ഒരു വെപ്രാളം കണ്ടതും സ്നേഹയ്ക്ക് ആ മുഖത്തെ പ്രകാശങ്ങളെല്ലാം ഡിമ്മായി. അപ്പോഴത്തേക്കും ധനുഷ് എന്താണ് ഓടി അവിടുന്ന് കസേര നീക്കിയിട്ടിട്ട് അങ്ങ് ഓടി ഓട്ടത്തിനകത്ത് ടേബിളിൽ നിന്ന് എല്ലാവരും തന്നെ ചിരിച്ചു. അപ്പോഴെന്താണെന്നറിയോ, ഈ നമ്മുടെ സ്നേഹ കഴിക്കാത്ത വെയിറ്റ് ചെയ്യോ ഉടനെ എന്താണ് സ്നേഹ എടുത്ത് വന്നിട്ട് നമ്മുടെ അച്ചു വെച്ച്, എന്താ സ്നേഹേ നീ കഴിക്കാത്ത, നിനക്ക് ബാത്റൂമിൽ പോകണോ എന്ന് ചോദിച്ചപ്പോഴത്തേ വേണ്ട ഏട്ടത്തി എന്ന് പറഞ്ഞാൽ സ്നേഹ വീണ്ടും കഴിക്കാൻ തുടങ്ങി. അച്ചു നല്ല ഗോളിന് ഡയലോഗായിരുന്നു. പക്ഷേ ടേബിളിലെ നന്ദൻ്റെ ഹ്യൂമർ സെൻസിനും ആ ഒരു പറയുന്ന രീതി അയ്യോ ഒരു രക്ഷയില്ല. ഞാനൊക്കെ ചിരിച്ച് ഒരു വഴിയായി.
ഇനി നിങ്ങൾക്ക് തരാനുള്ള മാക്സിമം എൻ്റെ എഫേർട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ എപ്പിസോഡ് കഴിഞ്ഞു. അവരെല്ലാവരും എന്താണ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താണ് പ്ലേറ്റ് കഴുകി വെക്കാനായിട്ടുള്ള രീതിക്കകത്ത് എല്ലാവരും ടേബിളിൽ നിന്ന് എല്ലാവരും പോയി. അർച്ചന എന്താണ് നിനക്ക് ഞാൻ പാര തന്നു, ഇതുപോലെ നിന്നെ ഞാൻ പലപ്പോഴും ഓട്ടിക്കുന്ന രീതിക്കകത്ത് അർച്ചന മനസ്സിൽ ചിന്തിക്കുന്നു. അപ്പോൾ രാത്രി എന്താണ് ഈ നമ്മുടെ അവന്തിക എന്താണ് മുറ്റത്തിരിക്കുകയാണ്. ആ പോർച്ചിനകത്തുള്ള രീതിക്കകത്തുള്ള ആ ഒരു ഗാർഡനിലെ ഏരിയയിലെ ആ ഒരു സ്വിങ്ങിനകത്ത്, അതായത് ഊഞ്ഞാലിനകത്ത് ഇരുന്ന് ആടിക്കൊണ്ടിരുന്ന് ചിന്തിക്കുവാണ്. ഈ സച്ചി എൻ്റെ അടുത്ത് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞല്ലോ, ഈ ചോദിക്കാൻ പോകുന്നത് എന്താ? അജയ് ഘോഷിനെ കണ്ടിട്ട് എനിക്ക് എന്തുത്തരം പറയാൻ പറ്റുക? അജയ് ഘോഷിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ എന്തിനാ എന്നെ കാണാൻ വന്നതെന്ന് പറയാൻ പറ്റും. കാരണം ഈ കുടുംബത്തിനെ കൊല്ലാൻ നോക്കിയവനെ ഞാനും തമ്മിൽ ബന്ധമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുഴഞ്ഞില്ലേ, ഇതെന്തോ ഒരു ഭയങ്കര കഷ്ടമാണ് എന്ന് അവന്തിക ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറക്റ്റ് സച്ചി ഇങ്ങ് പുറത്തിറങ്ങി വരുവാണ്. ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ഏട്ടത്തി എനിക്കൊരു കാര്യം സംസാരിക്കണം. നീ ചോദിക്ക സച്ചി, എന്താണെന്ന് വെച്ചാൽ എന്താണ് ഏട്ടത്തിക്ക് കല്യാണത്തിന് മുന്നേ തന്നെ അർച്ചനയുടെ ഫാമിലി അറിയാമായിരുന്നു? അറിയാമായിരുന്നു. പിന്നെ അങ്ങനെ വലുതായിട്ടൊന്നും അറിയത്തില്ല. കാരണം എന്താണ്, നിന്നെ കല്യാണം കഴിക്കാമെന്ന് നിനക്കൊരു കല്യാണം ആലോചിച്ചപ്പം പിന്നെ അർച്ചനയെ കണ്ടപ്പോൾ അർച്ചനയായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചു, അർച്ചന എങ്ങനെയാണെന്നൊക്കെ അറിയാനായി സംസാരിച്ചു. അല്ലാതെ അതിനേക്കാളും മുന്നേ വലിയൊരു പരിചയമൊന്നും എനിക്കില്ല. എന്നിട്ട് അങ്ങ് എന്താണ് ഇത് ചോദിക്കാനാണ് നീ ഇരുന്നത്? ഞാൻ വേറെ എന്തൊക്കെയോ വിചാരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങ് സ്കൂട്ടാവാൻ പോകുന്നു. കാരണം കുറച്ച് നേരം കൂടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ചോദ്യങ്ങൾ വന്നാലോ എന്ന ഭയമാണ് അവന്തിക്കുള്ളത്. ആ ഭയത്തിനകത്ത് നിന്ന് അവന്തിക്ക് അങ്ങോട്ടേക്ക് നിൽക്കുമ്പോഴത്തേക്കും സച്ചി എന്താണ് ഏട്ടത്തി പോലെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്, അതാണ് എനിക്ക് പ്രധാനം ചോദിക്കാനുള്ളതെന്ന് പറയുമ്പം അവന്തിക്ക് പിന്നെ അയ്യോ ഇത് വീണ്ടും പാരയായല്ലോ എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും അപ്പം ഏട്ടത്തിക്ക് അർച്ചനെ പ്രസവിക്കത്തില്ലെന്ന് അറിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഏട്ടത്തി ഈ കല്യാണം നടത്തിയത്? അവന്തിക്ക് അങ്ങ് ഞെട്ടിപ്പോണം. ഒരു മിനിറ്റിലേക്ക് ഞെട്ടിയെങ്കിലും അവന്തിക്കല്ലേ നല്ല പോലെ അവിടെ നിന്നാണ് തകിടം മറിച്ച് കാര്യങ്ങളെല്ലാം പ്ലേറ്റ് മറിച്ചിട്ടിട്ട് അത് സച്ചി ഞാൻ നിൻ്റെ അടുത്ത് ഇത് എനിക്കറിയാം, നീ എന്നിരുന്നാലും ഈ ഒരു കാര്യത്തിൻ്റെ സത്യം എനിക്ക് നിൻ്റെ അടുത്ത് പറയേണ്ടി വരും, നീ എന്നാലും ഇതെൻ്റെ അടുത്ത് ചോദിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അത് എനിക്കിത് നിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. നമ്മളെല്ലാം കാണുന്ന ഒരു മുഖമല്ല കമലേട്ടത്തിക്കും മാഷിനും, അത് കൂടാതെ മറ്റൊരു മുഖം കൂടെ ഉണ്ട്. അത് ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെല്ലാം ഞാൻ കല്യാണം അടുപ്പിച്ചായപ്പോഴാണ് ഈ സത്യമെല്ലാം അറിഞ്ഞത്. അപ്പോഴത്തേക്കും പിന്നെ ഞാൻ നിന്നെ കാണുന്നത് അച്ഛന് വയ്യാണ്ട് കിടക്കുന്ന സമയത്താണ് കാണുന്നത്. അപ്പം അവിടെ ആ ഒരു സാന്നിധ്യത്തിൽ വെച്ച് നിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അവിടെ വെച്ച് ഞാൻ എങ്ങനെ പറയാനാണ്? ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കമലേട്ടത്തെയും അതുപോലെ തന്നെ മാഷും ഇങ്ങനെ ചതിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ വീണ്ടും എന്താണ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റും. നമുക്ക് അച്ഛൻ്റെ ആരോഗ്യം പ്രധാനമല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നൊരവസ്ഥയല്ല. പക്ഷേ എനിക്കറിയാം സച്ചി നീ എന്നാലും എൻ്റെ അടുത്ത് ഇത് ചോദിക്കുന്നു. അപ്പം പിന്നെ എന്താണ്, ആ കല്യാണം അങ്ങ് നടക്കാനേ ഒരു വിധിയുള്ളായിരുന്നു, അതുകൊണ്ട് ആ കല്യാണം നടന്നു എന്ന് പറയുന്നു. അപ്പോൾ സച്ചിയുടെ മനസ്സിൽ എന്താണ്, അച്ചുവിൻ്റെ പാരൻസ് എല്ലാം കള്ളത്തരമാണ്. ഇതിൻ്റെ എല്ലാം ഒരു ഉത്തരമേ ഉള്ളൂ സച്ചി, ഇതിൻ്റെ എല്ലാം ഉത്തരം ചതി കൂടെയാണ്. എന്താണ്, തൻ്റെ മക്കൾ വലിയൊരു വീട്ടിൽ കയറി ചെല്ലണം എന്നൊരു ചതി കൊണ്ടാണ് ഇന്ന് അർച്ചനേനെ ഇവിടെ മരുമകളാക്കി സ്വീകരിക്കേണ്ടി വന്നത്. അവർ ചതി അവരുടെ ആർത്തിയുമാണ് ഇതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നു. എന്നിട്ട് അവന്തിക്ക് അങ്ങ് അവിടെ സ്കൂട്ടാവണം. സച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം എന്താണോ മാഷിനെക്കുറിച്ചും കമലയെക്കുറിച്ചും ഉണ്ടായിരുന്നൊരു അഭിപ്രായം മരുമകൻ എന്ന രീതിയിൽ, ആ അഭിപ്രായത്തിനകത്തുനിന്ന് ചെറിയ കോട്ടം തട്ടിയിട്ടുണ്ട്. അച്ചുവിനോടായാലും അതേ ഒരു കോട്ടമുണ്ട് നമുക്ക് തോന്നും. കാരണം അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സച്ചി എന്താണ് ബെഡ്റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്നു. അപ്പോൾ സച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം സച്ചിയേട്ടാ വരുന്നില്ലേ, ഫുഡ് കഴിക്കണ്ടേ? ഞാൻ സച്ചിയേട്ടനെ എവിടെയൊക്കെ അന്വേഷിച്ചു, നീ പോയിക്കോ അർച്ചന, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് എന്താണ് സച്ചി അങ്ങ് ഒഴിഞ്ഞു മാറുവാണ്. സച്ചി കൂടുതലായിട്ട് അർച്ചന അടുത്ത് പഴയ പോലെ ഒന്നും സംസാരിക്കുന്നുമില്ല. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പം അർച്ചനയ്ക്കും എന്താണ് സച്ചി ഇങ്ങനെ കാണിക്കുന്ന ഒരു രീതിയിലും മനസ്സിലാകുന്നില്ല. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ എന്താണ് സ്നേഹ വന്നിട്ട് നന്ദൻ്റെ അടുത്ത് പറയുമോ, ഏട്ടാ പ്ലീസ് ഒന്ന് കൂടെ വാ എന്ന് പറഞ്ഞിട്ട് നന്ദൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ബാഗ് എടുത്തിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഇങ്ങനെ സ്നേഹ വരുന്നത്. അപ്പം സ്നേഹ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പറയുന്നത്, ഇടി എനിക്ക് സിനിമയൊന്നും കാണാനായിട്ട് സമയമില്ല, നിനക്ക് തിയേറ്ററിൽ പോയി കാണുമെങ്കിൽ നിനക്കും കണ്ടാൽ പോരെ, ഇവിടെ ഓഫീസിൽ എത്ര കൂട്ടം പണി കിടക്കുന്ന കൊച്ചി, അതിൻ്റെ കൂടെ നിൻ്റെ കൂടെ തിയേറ്ററിൽ വന്നുകൊണ്ടിരിക്കാനോ സമയം എന്ന് പറയുമ്പോഴത്തേക്കും നീ നിൻ്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോ എന്ന് പറയുമ്പോഴത്തേക്കും നേരെ എന്താണ് നമ്മുടെ ധനുഷ് വരാണ്. ത്തേക്കും ധനുഷ് എന്താണ് നന്ദൻ ചോദിക്കുവാണ്, എന്താ രണ്ടാളും കൂടെ ഒരു ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞ് വയറൊക്കെ തടവി ധനുഷിക്ക് മെല്ലെ മെല്ലെ ചപ്പോ എന്ന് പറഞ്ഞിട്ടൊക്കെ വന്ന് ചോദിക്കുവാണ്. അപ്പോഴത്തേക്കും നന്ദൻ പറയുന്നു, ധനുഷോ ഇത് പറഞ്ഞ കേട്ടില്ലേ, നമ്മുടെ തിരക്കൊക്കെ ധനുഷിന് അറിയാലോ, ഞാൻ ഇവിടെ കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന് പറയും, ഇവിടെ വീട്ടിൻ്റെ അകത്തൊരു തിയേറ്ററുണ്ട്, പോരെങ്കിൽ എന്താണ് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് വേണമെങ്കിൽ പുറത്ത് സ്വന്തം തിയേറ്ററിൽ പോയി കാണാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും കല്യാണം കഴിച്ച് വിടുന്ന പ്രായമായി, എന്നിട്ടും കൂടെ നമ്മൾ പോകണം സിനിമ കാണിക്കാനായിട്ട്, ഇതെന്തൊരു കഷ്ടമാണ്, ഇവിടുത്തെ ഈ തിരക്ക് പറഞ്ഞാൽ ഇവർക്കൊന്നും മനസ്സിലാവത്തില്ല എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ധനുഷ് പറയുന്നത്, സ്വന്തമായിട്ട് തിയേറ്ററൊക്കെ ഉള്ളതല്ലേ, സ്വന്തം തിയേറ്ററിൽ വേണമെങ്കിലും ഫ്രണ്ട്സുമായിട്ട് പോരുന്ന് കാണാമല്ലോ എന്ന് പറയുന്നു. അപ്പം എന്താണ് ധനുഷ് എന്താ ഇന്ന് ലീവാണോ? അല്ലെ സാർ ഞാൻ ഇന്ന് ഹാഫ് ഡേ ആണ്. ധനുഷ് വയ്യെങ്കിൽ ധനുഷ് വരണ്ട, അത് എന്ത് പറ്റിയതാണ്?
അതൊന്നുമില്ല സാർ. വയറിന് എന്തോ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ധനുഷ് ഇന്ന് വരണ്ട. അയ്യോ സാരമില്ല സാർ, ഞാൻ രാവിലെ വരാം. കുഴപ്പമില്ല. അതിനുശേഷം ഞാനൊരു ഹാഫ് ഡേ ലീവ് എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതിനുശേഷം എന്താണ് തിരിച്ച് ഞാൻ സാറുമായിട്ട് വന്നു കഴിഞ്ഞാൽ തിരിച്ചെന്താണ് ഇത് ഒന്ന് കയറി കാണിക്കുകയും ചെയ്യാമല്ലോ. ഫുഡ് പോയ്സണും അല്ല ആണെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് അത് സംസാരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് ധനുഷും പറയും, വീട്ടിൽ തന്നെ തിയേറ്റർ ഉണ്ടല്ലോ, അപ്പം അതിനകത്ത് പുതിയ സിനിമ കണ്ടുകൂടെ? അല്ല വേണ്ടാന്നുണ്ടെങ്കിൽ സ്വന്തം തിയേറ്ററിൽ പോയി കാണാമല്ലോ എന്ന് ധനുഷ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് തന്നെ വീണ്ടും ഇത്ര വയറ് വയ്യെങ്കിലും ആ റൊമാൻസ് വിടാതെ തന്നെ സ്നേഹമായിട്ട് സംസാരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നാണ് നന്ദൻ ഓർമ്മ, അയ്യോ കാറിൻ്റെ താക്കോൽ എടുത്തില്ല. മോളെ ഒന്ന് പോയി സ്നേഹം മോളെ ഒന്ന് പോയി ഏട്ടൻ്റെ റൂമിൽ നിന്ന് താക്കോൽ എടുത്തോണ്ട് വാ. ഇത് കൊള്ളാമല്ലോ. ഞാൻ പറയുന്നൊന്നും ഏട്ടന് കേൾക്കാൻ വയ്യ, പക്ഷേ എന്നാൽ ഏട്ടൻ പറയുന്ന എല്ലാം നമ്മൾ അനുസരിക്കണം. എന്നാൽ ഞാൻ എടുത്തോണ്ട് തരാം എന്ന് പറഞ്ഞ് ധനുഷിനെയും കൂടെ നോക്കിയിട്ട്, കാരണം ധനുഷിനും കൂടെ പോകാനുള്ള കാറാണല്ലോ, അതുകൊണ്ട് അങ്ങ് അകത്ത് പോയി കാറിൻ്റെ താക്കോൽ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് സ്നേഹ പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഈ നന്ദൻ ഒരു ഫോൺ കോൾ വരും. അപ്പം നന്ദൻ അങ്ങോട്ട് മാറി നിൽക്കുമ്പോഴത്തേക്കും ധനുഷിൻ്റെ കയ്യിലേക്ക് താക്കോല് കൊടുക്കുന്ന പോലെ കൊടുത്തിട്ട് രണ്ടുപേരും കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ധനുഷ് സ്നേഹയുടെ കൈക്കകത്ത് കളം വരച്ച് കളിക്കുവാണ്. ആ കളം വരച്ച് രസിച്ച് മുഖത്തോടെ മുഖം നോക്കി നാണത്തിനകത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവരൊന്നും അറിയാതെ ഇതൊക്കെ ബാക്കി വന്ന് നിന്ന് കാണുന്നുണ്ട് നമ്മുടെ അവന്തിക കാണുന്ന ധനുഷും കാണുന്നില്ല, നമ്മുടെ സ്നേഹം കാണുന്നില്ല. കാരണം രണ്ടുപേരും റൊമാൻസി മതിമറന്ന് നിൽക്കുമ്പം ഇതൊന്നും കണ്ടില്ല. അവന്തിയെ കണ്ടിട്ട് അങ്ങ് ദേഷ്യവും കലിയും എല്ലാം കൂടെ വന്നിട്ട് സ്നേഹം നിൽക്കുന്നതുകൊണ്ടൊന്നും ചോദിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേക്കും നന്ദൻ്റെ ഫോൺ കട്ടായി. അപ്പോഴത്തേക്കും നന്ദൻ്റെ കയ്യിലേക്ക് ധനുഷ് കീ കൊടുത്ത് തിരിഞ്ഞ് അങ്ങോട്ടേക്ക് വാതിലേക്ക് നടക്കാൻ നിൽക്കുമ്പോഴാണ് അവന്തികേട്ടത്തി അവിടെ നിൽക്കുന്നത് സ്നേഹ കാണുന്നത്. സ്നേഹ അങ്ങ് ഞെട്ടിപ്പോയിട്ട് തലയൊക്കെ കുനിഞ്ഞ്, കാരണം അവന്തിക ഭയങ്കര ദേഷ്യം നോക്കുന്നുണ്ട്, തല കുനിഞ്ഞ് അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി അങ്ങ് നൈസായിട്ടങ്ങ് പോവുക. പിന്നെ കണക്ക് സച്ചി മേളിൽ നിന്ന് ഇന്നലെ രാത്രി ഏട്ടത്തി പറഞ്ഞ, അതായത് കമലേട്ടത്തിയും അതുപോലെ അച്ഛൻ്റെ പാരൻസൊക്കെ ചതിച്ചതിനെക്കുറിച്ചും അതിനകത്ത് അച്ഛനെ ബലിയാടാക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഏട്ടത്തി ഇതൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞ ഈ വിധ കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് സച്ചി മേളിൽ ബാൽക്കണി നിൽക്കുമ്പോൾ അച്ഛൻ വന്നിട്ട്, സച്ചിയുടെ വരുന്നില്ലേ ബ്രേക്ക്ഫാസ്റ്റ് വെക്കണ്ടേ, മണി എത്ര ആയെന്നാ, ഇപ്പം വേണമെങ്കിൽ എപ്പം കഴിക്കാനാ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നു. സച്ചിൻ്റെ മുഖത്തൊരു തെളിച്ചമില്ല, അച്ഛനായിട്ട് ഒരു പുഞ്ചിരിയോ സംസാരമോ ഒന്നുമില്ല. അതാണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുക, ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു.